നമസ്കാരം സുഹൃത്തുക്കളെ. കഴിഞ്ഞ ഒരു വർഷക്കാലം മുമ്പ് ഈ ഒരു രണ്ട് ട്രിപ്പിംഗ് ഇഷ്യൂസ് പരിഹരിക്കപ്പെട്ടിട്ടുള്ള വീടാണിത്. ഇന്ന് നമ്മൾ ട്രിപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിലല്ല വന്നേക്കുന്നത്, മറ്റൊരു കാര്യത്തിലാണ്. ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ സാറ് തീർച്ചയായിട്ടും വിളിക്കുന്നത് നമ്മളെ തന്നെയാണ്. ആ പ്രശ്നം പരിഹരിക്കാനായിട്ട് നമ്മളെ തന്നെ വിളിക്കാറുള്ളൂ. അപ്പോൾ അതിന് കാരണം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ആ വീഡിയോസ് നോക്കി കഴിഞ്ഞാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ ലിങ്ക്സ് കാര്യങ്ങൾ കൊടുത്തേക്കാം. ഇതുവരെ കാണാത്തവർ ആ വീഡിയോസ് ഒന്ന് കയറി കാണുക. അപ്പോൾ ഞാൻ ചില കാര്യങ്ങൾ പറയുന്നു എന്നൊക്കെ ചിലർക്ക് വിമർശനമുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയാതിരിക്കും എന്നുള്ളത് കൂടി നിങ്ങൾ ആ വീഡിയോ കണ്ടാൽ കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഇവിടെ ഫ്ലിക്കറിങ് ഉണ്ടാകുക, രാത്രി കാലങ്ങളിൽ കൃത്യമായിട്ടൊരു ഫ്ലിക്കറിങ് ഉണ്ടാകുന്ന പ്രശ്നം വരുന്നു എന്നുള്ള കാര്യം പറഞ്ഞിട്ടാണ് നമ്മളെ വിളിച്ചേക്കണേ. അപ്പോൾ ഫ്യൂസ് യൂണിറ്റിൻ്റെ സൈഡിലേക്ക് നോക്കുമ്പോൾ ഒരു ഫ്യൂസ് ഊരി വെച്ചിരിക്കുകയാണ്. അതിൽ നല്ല ലൂസ് കോണ്ടാക്ട് കാര്യങ്ങളൊക്കെ കാണുന്നുമുണ്ട്. ഇവിടുത്തെ ഫ്യൂസ് യൂണിറ്റുകൾ മുൻപ് കാലം മുതലേ ഇരിക്കുന്നതാണ്. ഞാൻ ഒരു കൊല്ലം മുമ്പ് വർക്ക് ചെയ്യാൻ വരുമ്പോൾ മുതലിരിക്കുന്ന ഫ്യൂസ് യൂണിറ്റുകളാണ്. ഇതിൽ ഒരെണ്ണം തകരാറുണ്ടായിട്ട് നമ്മളത് മാറ്റിയതാണ്. അതാണ് ആ റൈറ്റ് സൈഡിൽ കാണുന്ന ഫ്യൂസ് യൂണിറ്റ്. ഓക്കെ, പഴയ ഫ്യൂസ് യൂണിറ്റുകളുടെ പുറത്ത് പോലെ ഇൻഡക്ഷൻ കാര്യങ്ങളൊന്നും കാണിക്കുന്നില്ല. ചിലർ പറയുന്നുണ്ട് ഇൻഡക്ഷൻ കാര്യങ്ങൾ വരുന്നുണ്ടെന്നുള്ളത്. അതിനുള്ള കാരണം വ്യക്തമായിട്ട് നമുക്ക് ഈ വീഡിയോയുടെ അവസാനം പറയാം. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കാനുള്ള സാധ്യത എന്നുള്ളത് വ്യക്തമായിട്ട് അവസാനം പറഞ്ഞുതരാം. അതേപോലെ തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്ററുകളുടെ രീതിയിലും വരും കേട്ടോ. ആ ഇൻഡക്ഷനിൽ തെളിയുന്ന രീതിയിലൊക്കെ കാണും. അതിന് പല കാരണങ്ങളുണ്ട്, നമുക്ക് പുറകെ പറയാം. ഓക്കെ, ഇപ്പോൾ ഇവിടെ നമ്മൾ ആ ഫ്ലിക്കറിങ്ങിൻ്റെ ടെസ്റ്റ് നടത്താനായിട്ട് പോവുകയാണ്. എന്തുകൊണ്ട് സംഭവിക്കുന്നുള്ളത്. നമ്മൾ സിംഗിൾ ഫേസിൽ ചാർജ് ചെയ്തിട്ട് ഇപ്പോൾ ഫുൾ ലൈറ്റിംഗ് കണ്ടീഷൻ ഓണാണ്, ഫ്ലിക്കറിംഗ് ഒന്നുമില്ല. അപ്പം നിലവിൽ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഓട്ടോ ഫേസ് സെലക്ടറാണ് ഇവിടെ ഉള്ളത്. ഓട്ടോമാറ്റിക്കായിട്ട് ഫേസ് സെലക്ട് ചെയ്ത് വരുന്ന ഫേസ് സെലക്ടറാണുള്ളത്. അതേപോലെ തന്നെ സ്റ്റെബിലൈസർ യൂണിറ്റും ഉണ്ട്. അപ്പോൾ സിംഗിൾ ഫേസ് കണക്ട് ചെയ്തിട്ടുള്ളെങ്കിലും ഔട്ടിലേക്ക് നമുക്ക് 3 ഫേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇനി നമ്മൾ അടുത്ത ഫ്യൂസ് കുത്തിയിട്ട് ഒന്ന് നോക്കാം. മറ്റേ ഫ്യൂസ് ഊരി മാറ്റി വെച്ചിട്ട് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഫ്യൂസാണ് നമ്മൾ നേരത്തെ കുത്തിയിരുന്നത്, അത് ഊരി മാറ്റി മറ്റൊരു ലൈനാണ് ഇപ്പോൾ ചാർജ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും വീടിൻ്റെ അകത്ത് ലൈറ്റ് ഉണ്ട്, പക്ഷേ ഔട്ട് സൈഡിലെ ലൈറ്റ് വരുന്നില്ല. അതെന്തുകൊണ്ടാണ് നമുക്ക് ചെക്ക് ചെയ്യണം. കാര്യം നമ്മളൊരു ഫേസ് കുത്തിക്കഴിഞ്ഞാൽ വന്നു, നമ്മുടെ ഫേസ് സെലക്ടറിൽ സംഭവിച്ചിട്ടുള്ള ഡിലേ ആയിരിക്കാം. കാര്യം ചെറിയൊരു ഡിലേക്ക് ശേഷമാണ് ഫേസ് സെലക്ടർ ഓട്ടോമാറ്റിക്കായിട്ട് സെലക്ട് ചെയ്യുക. നമുക്ക് എന്തായാലും അത് ആ ഭാഗത്തുനിന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇവിടെ നമുക്ക് 3ാമത്തെ ഫേസാണ് വന്നിട്ടുള്ളത്. ഔട്ട്പുട്ട് സൈഡിലേക്ക് ഒരു ഫേസ് ഉണ്ട്, 2ാമത്തെ ഫേസ് മിസ്സിംഗ് ആണ്, 3ാമത്തെ ഫേസും ഉണ്ട് താൻ. ഓക്കെ, 1ഉം 3ഉം ഉണ്ട്, 2ാമത്തെ ഫേസ് ഇല്ല. ഇവിടെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. കണ്ടോ, ഒരു സൗണ്ട് കേട്ടതിന് ശേഷമാണ് അവിടെ ആ സപ്ലൈ വന്നത്. അതായത് ആ സെലക്ടർ പിടിച്ചിട്ടുള്ള ആ കോണ്ടാക്ട് പിടിച്ചിട്ട സമയത്താണ് ആ സപ്ലൈ വന്നിട്ടുള്ളത്. അതിലുണ്ടായിട്ടുള്ള ഡിലേ ആണ് അവിടെ സംഭവിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്കിനി ആ സൈഡിൽ സപ്ലൈ വന്നിട്ടുണ്ടാകും നോക്കാം. നമ്മൾ നേരത്തെ കട്ടായിരുന്ന ഭാഗത്ത് ഓട്ടോമാറ്റിക്കായിട്ട് സപ്ലൈ വന്നിട്ടുണ്ടാവും. ഇവിടുത്തെ പട്ടി ഭയങ്കര കുരയാണ്, കാരണം നമുക്ക് ഈ ഓഡിയോയൊക്കെ കുറച്ച് ഭാഗം കട്ട് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, ഇവിടെ ലൈറ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട്. വേറെ ഫ്ലിക്കറിങ് ഇഷ്യൂസ് കാര്യങ്ങളൊന്നും കാണിക്കണില്ല. ഇവിടെ സ്റ്റെബിലൈസർ വെച്ചിട്ടുള്ള ടീം പറഞ്ഞിട്ടുള്ള കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് വന്നേക്കണേ. ഇവിടുത്തെ IR വാല്യൂസ് കൃത്യമായിട്ട് ചെക്ക് ചെയ്യണം. അണ്ടർഗ്രൗണ്ട് പോയിരിക്കുന്ന UG കേബിളിൻ്റെ IR വാല്യൂസ് ചെക്ക് ചെയ്യണം. അതിൽ തകരാറുണ്ടോ എന്നുള്ള സംശയം അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായിട്ട് മെഗർ വാല്യൂസ് എടുത്തിട്ട് എത്ര മെഗാഹംസ് ഉണ്ട് എന്നുള്ളത് എടുത്തു കൊടുക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുത്തെ കേബിൾസ് കാര്യങ്ങളെല്ലാം അഴിച്ചു മാറ്റാം. ഒപ്പം തന്നെ 2 ചെറിയ വയറുകൾ കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. അത് ഇവിടുത്തെ ഔട്ട്സൈഡ് ലൈറ്റിംഗ് കണ്ടീഷനിലേക്ക് വരുന്നുള്ള DBയുടെ കാര്യങ്ങളിലാണ്. അപ്പോൾ നമുക്കത് വയർ അവിടെ നിന്ന് ഊരി മാറ്റിയിട്ട് നമുക്ക് മെഗർ വാല്യൂസ് ചെക്ക് ചെയ്യും. ഇന്നത്തെ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറയുന്നത് എങ്ങനെയാണ് നമുക്കൊരു കേബിളിൻ്റെ IR വാല്യൂസ് ചെക്ക് ചെയ്യുക, ഒരു കേബിളിനെ നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ കൃത്യമായിട്ട് 2 എൻഡുകളിൽ നിന്നും കേബിളിനെ റിമൂവ് ചെയ്ത് നിർത്തുക. ഇപ്പോൾ ഇവിടെ ഒരു ഐസൊലേറ്റർ ഉണ്ട്, അതേപോലെ തന്നെ അപ്പുറത്തെ സൈഡിലും ഒരു ഐസൊലേറ്റർ നമ്മൾ കണ്ടതാണ്. അപ്പോൾ 2 ഐസൊലേറ്ററുകളിൽ നിന്നും കേബിളുകളെ അഴിച്ചു മാറ്റി നിർത്തിക്കൊണ്ട് വേണം നമുക്ക് ആ കേബിളുകളുടെ IR വാല്യൂസ് എത്രയുണ്ട്, അല്ലെങ്കിൽ മെഗർ വാല്യൂ എന്ന് പറയും, ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂ എത്രയുണ്ട് എന്നുള്ളത് ചെക്ക് ചെയ്യുക. അപ്പോൾ അതിനായിട്ട് കേബിളുകളെ സെപ്പറേറ്റ് ചെയ്ത് നിർത്തുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. അത് നമ്മൾ ഐസൊലേറ്ററുമായിട്ട് കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് IR വാല്യൂസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഐസൊലേറ്ററുകൾക്ക് ഉണ്ടാകുന്ന ഡാമേജ് അല്ലെങ്കിൽ അതിൻ്റെ IR വാല്യൂവിൻ്റെ കുറവൊക്കെ കാണിക്കും. അപ്പോൾ അതുകൊണ്ടിട്ടാണ് നമ്മൾ കേബിളിനെ ഡിസ്കണക്ട് ചെയ്ത് വെച്ചുകൊണ്ട് ചെയ്യണം. അടുത്ത എൻഡിൽ നിന്നും നമ്മൾ കേബിളുകൾ കൃത്യമായിട്ട് ഡിസ്കണക്ട് ചെയ്യുന്നുണ്ട്. ഇത് ഡിസ്കണക്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, ചില കേബിളുകളെ 90 ഡിഗ്രിയിലാണ് ഇവിടെ ബെൻഡ് ചെയ്യപ്പെട്ടുള്ളത്. നമുക്ക് ബ്ലൂ കേബിളിനെ, റെഡ് കേബിളിനെ, യെല്ലോ കേബിളിനെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കൃത്യമായിട്ടൊരു 90 ഡിഗ്രി ബെൻഡാണ് ആ ബ്ലൂ കേബിളിൻ്റെ അകത്തുള്ളത്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ അങ്ങനെ കേബിളുകൾ ബെൻഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. ഹീറ്റാകുന്ന സമയത്ത് ആ വശം മാത്രം പൊടിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി നമ്മൾ റീകണക്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ അത് മൊത്തത്തിൽ ക്ലിയർ ചെയ്തിട്ടാണ് നമ്മൾ വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നമ്മൾ ചെയ്യത്തുള്ളൂ. ആ റെഡ് കേബിളിൻ്റെ അടിവശത്ത് കാണും, അവിടെയും ചെറിയൊരു ഡാമേജ് ഉള്ളതായിട്ട് കാണാം, ഹീറ്റായിട്ടുള്ളത് കൊണ്ടിട്ട്. ഇനി നമുക്ക് ഒരു കേബിളിൻ്റെ മെഗർ വാല്യൂ എങ്ങനെ കൃത്യമായിട്ട് ചെക്ക് ചെയ്തെടുക്കാൻ നോക്കാം. ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂ എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം.
ഇത് നമ്മുടെ വീഡിയോസ് കണ്ടിട്ട് ഒത്തിരി അധികം ആൾക്കാർ ഇൻസുലേഷൻ ടെസ്റ്ററൊക്കെ മേടിച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ പഠിക്കാനായിട്ടൊക്കെ ഇരിപ്പുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ്. ഓക്കെ, ഇവിടെ ഞാൻ ബ്ലാക്ക് കേബിളിലേക്ക് പ്രോബിൻ്റെ ഒരു എൻഡ് കണക്ട് ചെയ്തിട്ടുണ്ട്. ശേഷം 500 വോൾട്ടിലാണ് മെഗർ സെറ്റ് ചെയ്തിട്ടുള്ളത്. 500 വോൾട്ടിൽ സെറ്റ് ചെയ്ത് അതിനെ ഓൺ ആക്കിയിട്ടുണ്ട്. അടുത്ത പ്രോബ് ഞാൻ മറ്റ് പ്രോബുമായിട്ട് നേരത്തെ കണക്ട് ചെയ്തിരുന്ന പ്രോബുമായിട്ട് ഷോർട്ട് ചെയ്യുമ്പോൾ നമുക്ക് പക്കയായിട്ട് 0 ആയിരിക്കണം. അങ്ങനെ 0 ആണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വേണം അടുത്ത കേബിളിലേക്ക് ചെക്ക് ചെയ്യാൻ. അപ്പോൾ 0 ആണ്. നമ്മൾ അടുത്ത യെല്ലോ കേബിളിലേക്ക് ചെക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കിട്ടുന്നത് 800 മെഗോംസിനടുത്തുള്ളൊരു വാല്യൂ ആണ്. പക്കയായിട്ടുള്ള ഒരു ഇൻസുലേഷൻ റെസിസ്റ്റൻസ് വാല്യൂ ആണ് 800 മെഗോംസ് എന്നൊക്കെ പറയുമ്പോൾ. അതിൻ്റെ മിനിമം വാല്യൂ ഒക്കെ നമ്മൾ മറ്റ് ക്ലാസ്സുകളിലും അതേപോലെ തന്നെ നമ്മുടെ മെമ്പേഴ്സുള്ള സെക്ഷനിലൊക്കെ മിനിമം വാല്യൂ ഹൈ വാല്യൂ ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അടുത്ത കേബിളിലേക്ക് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ റെഡ് കേബിളിൽ വരുന്ന വാല്യൂസ് എന്ന് പറയുന്നത് 780 790 മെഗോംസാണ്. ഇനി ബ്ലൂ കേബിളിലേക്ക് വരുമ്പോൾ ബ്ലൂവും ബ്ലാക്കും തമ്മിലുള്ള മെഗർ വാല്യൂസ് ഏകദേശം 800 മെഗോംസിനടുത്തുള്ള വാല്യൂ ഉണ്ട്. അപ്പോൾ ഈ കേബിളുകൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല. ന്യൂട്രലും മറ്റ് ഫേസുകളുമായിട്ട് യാതൊരു പ്രശ്നങ്ങളും കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് ന്യൂട്രൽ ഗ്രൗണ്ടഡ് ആയിട്ടുണ്ടോ എന്നുള്ള സാഹചര്യം നോക്കണം. ഇപ്പോൾ നമ്മൾ ആ കേബിളിൻ്റെ ആർമർ കണക്ട് ചെയ്തിരിക്കുന്ന ഗ്ലാൻഡിലേക്കാണ് കണക്ട് ചെയ്യപ്പെട്ടുള്ളത്. ഇവിടെ നമുക്കൊരു 390 മെഗോംസ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 376 മെഗോംസ്. അപ്പോൾ നമ്മൾ ഫേസിലേക്ക് അടിച്ചപ്പോഴുള്ള വാല്യൂ അതിൻ്റെ ആർമറിലേക്ക് അടിച്ചപ്പോഴുള്ള വാല്യൂവും തമ്മിൽ എത്രയുണ്ട് എന്നുള്ളൊരു വ്യത്യാസം നിങ്ങളൊന്ന് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ചാൽ മറ്റൊരു കേബിളിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാം. യെല്ലോ ഫേസിൻ്റെ ഒരു കേബിളിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. അതും നമ്മുടെ ഗ്രൗണ്ടുമായിട്ടുള്ളത്, നമ്മുടെ ഗ്ലാൻഡുമായിട്ടുള്ള വാല്യൂസ് നമ്മൾ ചെക്ക് ചെയ്യണം. ന്യൂട്രലും ഗ്ലാൻഡും തമ്മിൽ നമുക്ക് നേരത്തെ കിട്ടിയ ഏകദേശം അതേ വാല്യൂ തന്നെയാണ് യെല്ലോ ഫേസിൻ്റെയും ഗ്ലാൻഡുമായിട്ട് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ. ഏകദേശം 500-നടുത്തുള്ള ഒരു മെഗോംസ് വാല്യൂ ആണ് നമുക്ക് ഇവിടെയും കിട്ടുന്നത്. ഇനി നമുക്ക് അടുത്ത കേബിളുകളിലേക്ക് പോകണം. അപ്പോൾ ഓരോ കേബിളുകൾ ഇൻഡിവിജ്വലായിട്ടും അതേപോലെ തന്നെ തമ്മിലും നമുക്ക് കൃത്യമായിട്ട് ചെക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കണം. ഇനി നമ്മൾ റെഡ് ഫേസിൻ്റെ സൈഡാണ് നോക്കണേ. റെഡ് ഫേസ് ന്യൂട്രലുമായിട്ട് നമ്മൾ നോക്കുമ്പോൾ ഏകദേശം 800 മെഗോംസിനടുത്തുള്ള ഒരു വാല്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ നേരത്തെ ചെക്ക് ചെയ്തപ്പോഴും കിട്ടിയിട്ടുള്ള വാല്യൂ ഏകദേശം 800 മെഗോംസാണ്. ഇനി യെല്ലോ ഫേസുമായിട്ട് റെഡും യെല്ലോയും തമ്മിലുള്ള വാല്യൂസ് നമ്മൾ നോക്കുമ്പോൾ അവിടെയും 700 മെഗോംസിന് മേളിലാണ്. ഇനി അതേപോലെ തന്നെ അടുത്ത കേബിളിലേക്ക് ബ്ലൂ കേബിളുമായിട്ടുള്ള മെഗർ വാല്യൂസ് ചെക്ക് ചെയ്യുമ്പോഴും അവിടെ നമ്മൾ നേരത്തെ കണ്ടതിനേക്കാളും കുറച്ച് കുറവാണ്. 400 മെഗോംസിനടുത്തുള്ളൊരു വാല്യൂ ആണ്. 400 മെഗോംസ് എന്ന് പറയുമ്പോൾ ഒരു വലിയ വാല്യൂ ആണ് കേട്ടത്. നമ്മൾ ആ ഒരു ചെറിയ സംഭവമായിട്ട് കണക്കാക്കേണ്ടത് ഒരു വലിയ വാല്യൂ തന്നെയാണ്. നമുക്ക് മിനിമം വേണ്ട വാല്യൂസിനെ വെച്ച് നോക്കുമ്പോൾ എത്രത്തോളം വലുതാണെന്നുള്ളത് അറിയാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ചെക്ക് ചെയ്യേണ്ടത് ബ്ലൂ ഫേസിലെയാണ്. നമ്മൾ നേരത്തെ ആർ ഫേസ് ചെക്ക് ചെയ്തു, യെല്ലോ ഫേസ് ചെക്ക് ചെയ്തു, ഇനി ബ്ലൂ ഫേസും നമ്മുടെ ഗ്ലാൻഡുമായിട്ടുള്ള വാല്യൂ ഏകദേശം 300 മെഗോംസാണ്. കഴിഞ്ഞ കേബിളുകളിൽ നമുക്ക് കിട്ടിയത് 500 മെഗോംസിനടുത്തുള്ള വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കിട്ടുന്നത് ആ ബ്ലൂ ഫേസിൽ ഒരു 300 മെഗോംസിനടുത്തുള്ള വാല്യൂ ആണ്. റെഡ് ഫേസുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അവിടെയും ഒരു 400-410 കണ്ട. ആ റെഡും ബ്ലൂവും തമ്മിൽ ഒരു ചെറിയ വാല്യൂസിൻ്റെ കുറവുണ്ട്. പക്ഷെ അതൊരു വലിയ ഫാൾട്ടുള്ള പ്രശ്നമൊന്നും അല്ല കേട്ടോ. ഇത് ഇത്രയും മെഗോംസും ഉണ്ട്. അതാണ് ഞാൻ പറഞ്ഞ ആ മെഗോംസിൻ്റെ വാല്യൂസിലുള്ള വലിപ്പം വളരെ വലുതാണ്. നമ്മൾ ഈ കാണുന്ന പോലെ 3 അക്കത്തിൽ ഒതുങ്ങുന്നതല്ല, വളരെ വലുതാണ് അതിൻ്റെ ഓംസ് വാല്യൂസിലേക്ക് വരുമ്പോൾ. ഓക്കെ, അടുത്ത കേബിളിലേക്ക് ചെക്ക് ചെയ്യുമ്പോൾ ഏകദേശം 800-നടുത്തുള്ള വാല്യൂസ് കാര്യങ്ങളിലേക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, 612 മെഗോംസാണ് നമുക്ക് അടുത്ത കേബിളുമായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ കേബിളുകൾ ചെക്ക് ചെയ്യുമ്പോൾ നമ്മൾ തമ്മിലുള്ള വാല്യൂസ് എത്രയാണെന്നുള്ളത് കറക്റ്റായിട്ട് എടുക്കുക. ഓരോ കേബിളും ഗ്രൗണ്ടുമായിട്ടുള്ള വാല്യൂസ് എടുക്കുക. കേബിളുകൾ തമ്മിലുള്ള IR വാല്യൂസും നമ്മൾ കൃത്യമായിട്ട് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ മിനിമം വാല്യൂസുമായിട്ട് ബന്ധപ്പെട്ടുള്ള കമൻറ്റ്സ് കാര്യങ്ങൾ വരും. അത് കൃത്യമായിട്ട് നമ്മുടെ കമൻറ്റ് സെക്ഷൻ്റെ മറ്റ് വീഡിയോകളിലെ കമൻറ്റ് സെക്ഷനിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വീഡിയോസ് കാണാത്തത് കൊണ്ടിട്ടാണ് അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ ആ സംശയങ്ങളും വരുന്നു. ഓക്കെ, ഈ കേബിളാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഇത് നമുക്കൊന്ന് ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ ബെൻഡ് കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് നമ്മൾ അതിനെ കൃത്യമായിട്ട് കണക്റ്റ് ആക്കിയിട്ടുണ്ട്. ആ ഒടി ഉണ്ടായിരുന്ന വശങ്ങളൊക്കെ നമ്മൾ മാറ്റി. അതേപോലെ തന്നെ ഈ സ്ക്രൂ ചെയ്യുന്ന സ്ഥലത്ത് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു, അതും നമ്മൾ ക്ലിയർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത്രയും ഒടി ഒന്നും നമ്മൾ നിർത്താൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഇതൊരു പരിധിയുണ്ട്, സ്പേസ് കുറവുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ ഒതുക്കിയാണ് നമ്മളത് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് 3 ഫ്യൂസും കാര്യങ്ങളൊക്കെ കുത്തിക്കൊണ്ട് ടോട്ടലായിട്ട് ഇനി ഒന്ന് ഫുൾ ലോഡ് കണ്ടീഷനിൽ ഇതിനൊന്ന് ഓണാക്കി നോക്കണം എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്നുള്ള കാര്യം. ഈ ഫ്യൂസ് ഊരി വെച്ചതും ഒരു പ്രശ്നം തന്നെയാകാം. പിന്നെ അതേപോലെ തന്നെ ഈ ഇളക്കം, ഈ ഫ്യൂസിനകത്തുള്ള ഇളക്കം ആ തുടക്കകാലത്ത് ഈ പ്രശ്നം ഉണ്ടായി തുടങ്ങിയ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ഇത്തരത്തിലൊരു ലൂസ് കോണ്ടാക്ട് കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആർക്കിങ് പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഉണ്ടാകും.
ഇനി ഈ ഫ്യൂസ് യൂണിറ്റിൻ്റെ പുറത്ത് എന്തുകൊണ്ട് ഇൻഡക്ഷൻ വരുന്നതെന്ന് ബന്ധപ്പെട്ടിട്ട് ഇവിടെ നമ്മൾ പലരും യൂസ് ചെയ്യുന്ന ഇത്തരത്തിലുള്ള HRC ടൈപ്പ് ഫ്യൂസ് യൂണിറ്റ് കാര്യങ്ങൾ മേടിച്ചിട്ട് അതിൽ കമ്പിയിട്ട് കെട്ടുകയാണ് പതിവായിട്ട് ചെയ്യുന്നൊരു പരിപാടി. ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ലെന്ന് ആ ഫ്യൂസിൻ്റെ അകത്ത് കൃത്യമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ നമ്മൾ HRC ടൈപ്പ് ഫ്യൂസ് മാത്രമാണ് അതിൻ്റെ അകത്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ. കമ്പിയിട്ട് കെട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ കൃത്യമായിട്ട് അതിൻ്റെ ബോഡിയിൽ മുട്ടിയായിരിക്കും കമ്പി കാര്യങ്ങളൊക്കെ നിൽക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ഈർപ്പം ഉണ്ടാകുമ്പോൾ കൃത്യമായിട്ട് ഇൻഡക്ഷൻ നല്ല രീതിയിൽ വരാനുള്ള സാധ്യതകളൊക്കെ അതിൻ്റെ അകത്തുണ്ട്. ഇതേപോലെ നമുക്ക് ലൂസ് കോണ്ടാക്ട് ഉണ്ടായി കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആർക്ക് ചെയ്ത് പോവുകയും കൂടി ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള ഫ്യൂസുകൾ നമ്മൾ പീരിയോഡിക്കലായിട്ട് ഇൻസ്പെക്ഷൻ ചെയ്യേണ്ടതുണ്ട്. ഒരു 6 മാസം കൂടുമ്പോഴെങ്കിലും പ്രോപ്പറായിട്ട് അതിൻ്റെ ടൈറ്റിങ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമ്മളിപ്പോൾ വൈദ്യുതി കടന്നു പോകുന്ന ഏത് സംഭവമാണെങ്കിലും ചെറിയ രീതിയിലുള്ള ലൂസ് കോണ്ടാക്ട് കാര്യങ്ങൾ ഹീറ്റാകുന്ന സമയം കൊണ്ടുണ്ടാകും. ഹീറ്റാകുന്ന സാഹചര്യത്തിൽ അതിൽ ലൂസ് കോണ്ടാക്ട് ഉണ്ടാകാനുള്ള സാഹചര്യമുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമ്മൾ പ്രോപ്പറായിട്ട് ഇടയ്ക്കെങ്കിലും ചെക്ക് ചെയ്ത് ടൈറ്റ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ സപ്ലൈ 3 ഫേസ് വന്നിട്ടുണ്ട്. ഔട്ട്പുട്ടിലേക്ക് 3 ഫേസ് കാര്യങ്ങൾ പോയിട്ടുണ്ട്. കൃത്യമായിട്ട് വോൾട്ടേജ് റേഞ്ച് കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് കാണിക്കുന്നുണ്ട്. ഓരോ ഫേസിൻ്റെയും മാറി സ്റ്റെബിലൈസറിൻ്റെ ഔട്ട്പുട്ട് സൈഡിൽ കാണിക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഇൻപുട്ട് സൈഡിൽ, അതായത് നമ്മൾ RCCB അകത്തെ DB കാര്യങ്ങളിലേക്ക് വന്നിട്ടുള്ളത്, അവിടുത്തെ സാഹചര്യം ഒന്ന് നമ്മൾ നോക്കാം. 1 കൊല്ലം മുമ്പ് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാണ്. അതിലെന്തെങ്കിലും വ്യത്യാസം സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ചെറിയ പൊടി കാര്യങ്ങളാണ് RCBയുടെ പുറത്ത് വന്നിട്ടുള്ളത്, അല്ലാണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അന്ന് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത് എങ്ങനെയാണോ അതേപോലെ തന്നെ RCCB കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഐസൊലേറ്ററിലും RCCBയിലും കാര്യമായിട്ടുള്ള പ്രശ്നങ്ങളൊന്നും അതിനകത്ത് കാണിച്ചിട്ടില്ല. ടെസ്റ്റ് ബട്ടൺ പ്രോപ്പറായിട്ട് വർക്കിംഗ് ആണ്. മേളിലേക്ക് പൊക്കി കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഹോൾഡ് ആവുന്നുണ്ട്. ഇനി നമ്മൾ DBയുടെ ന്യൂട്രൽ ലിങ്ക്സ് കാര്യങ്ങളൊക്കെ പരിശോധിക്കുന്നതാണ്. വീഡിയോയുടെ ലെങ്ത് കൂടിപ്പോൾ സ്പേസ് കുറയുന്നതുകൊണ്ട് തന്നെ ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കിയതാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നും അതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നില്ല. ഇനി നമ്മുടെ ഇവിടെ വോൾട്ടേജുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ഫേസ് ന്യൂട്രൽ തമ്മിലുള്ള വോൾട്ടേജ് കാര്യങ്ങളാണ്. ഏകദേശം 247 വോൾട്ടിനടുത്ത്, 240ക്ക് പ്ലസ് ആ ഒരു റേഞ്ചിനടുത്തുള്ള വോൾട്ടേജ് കാര്യങ്ങൾ കൃത്യമായിട്ട് അതിൻ്റെ അകത്തുണ്ട്. 230 വോൾട്ട്. ഫേസ് ടു ഫേസ് 415 416 വോൾട്ട്. അടുത്ത ഫേസും ഇപ്പോൾ R ഫേസും യെല്ലോ ഫേസും ബ്ലൂ ഫേസും തമ്മിൽ 417 വോൾട്ട്. കൃത്യമായിട്ടുള്ള വോൾട്ടേജ് കാര്യങ്ങളൊക്കെ ഉണ്ട്. 415 വോൾട്ട്. സ്റ്റെബിലൈസർ ഉള്ളതുകൊണ്ട് തന്നെ അതിന് ഓവറായിട്ട് വോൾട്ടേജ് മേളിലേക്കൊന്നും പോകത്തില്ല. സ്റ്റെബിലൈസർ തന്നെയായിരിക്കും വോൾട്ടേജ് വരിക. 415 വോൾട്ട്. R-ഉം Y-യും തമ്മിൽ 415 ഉണ്ട്. മറ്റ് കേബിളുകൾ തമ്മിൽ 417 വോൾട്ട് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും RCCBയിൽ എന്തെങ്കിലും ലൂസ് കോണ്ടാക്ട് ഉണ്ടാകുന്ന നോക്കി കഴിഞ്ഞപ്പോൾ പ്രോപ്പറായിട്ട് ടൈറ്റ് ആയിരിക്കുന്ന അന്ന് ടൈറ്റ് ചെയ്ത് എങ്ങനെയാണോ ആ രീതിയിൽ തന്നെയാണ്. മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവിടെ സ്റ്റെബിലൈസറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ ഫ്യൂസ് യൂണിറ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളെ ഇവിടെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുള്ളൂ. സ്റ്റെബിലൈസർ അതിൻ്റേതായിട്ടുള്ള ഭാഗത്ത് നിന്ന് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അവർ പ്രോപ്പറായിട്ട് അവരുടെ IR വാല്യൂസ്, ഇപ്പോൾ UG കേബിളിൽ IR വാല്യൂസ് പ്രോപ്പറായിട്ട് എടുത്ത് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് നമ്മളത് വന്ന് ചെക്ക് ചെയ്തിട്ടുള്ളത്. വളരെ മികച്ച IR വാല്യൂസ് തന്നെ കേബിളിലുണ്ട്. കേബിളുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് ഫാൾട്ടുകൾ കാര്യങ്ങളൊന്നുമില്ല. ഈ ഐസൊലേറ്റർ നമ്മുടെ സ്റ്റെബിലൈസറിനെ ബൈപ്പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സ്റ്റെബിലൈസർ യൂണിറ്റിനെ ബൈപ്പാസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കണക്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഐസൊലേറ്ററാണത്. അന്നേരം മേളിലേക്ക് ഓണായി കഴിഞ്ഞാൽ സ്റ്റെബിലൈസർ ബൈപ്പാസ് ആയി പോകും. ലോഡ് കണ്ടീഷനിലേക്ക് വരുമ്പോൾ വളരെ കുറഞ്ഞ ലോഡ് കാര്യങ്ങളൊക്കെ ഉള്ളൂ കേട്ടോ. നോർമലായിട്ട് ഇടുമ്പോൾ AC ഒക്കെ ഇടുമ്പോൾ ഇത്തിരി വ്യത്യാസം വരും. 1.8 ആംപിയർ അത്രയൊക്കെ ഉള്ളൂ. ഇനി ഫുൾ ലോഡ് കണ്ടീഷനിലേക്ക് AC കാര്യങ്ങളൊക്കെ ഓണാക്കി വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ലോഡ് കാര്യങ്ങളൊക്കെ കൂടി അതിൻ്റെ അകത്ത് വരും. 0.9 ആംസ് ആണ് യെല്ലോ ഫേസിലുള്ളത്. ഇനി ബ്ലൂ ഫേസിലേക്ക് വരുമ്പോൾ അവിടെ ഏകദേശം ബാലൻസ്ഡ് ലോഡാണ് 1.5. ലൈറ്റിംഗ് കണ്ടീഷൻ ഏകദേശം ബാലൻസ്ഡ് ആയിട്ടാണ് വരുന്നത്. ഇനി ഇവിടുത്തെ ലീക്കേജ് കൂടി കാണിച്ചു തരാം. അന്ന് നമ്മൾ ചെക്ക് ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് പോലെ വാല്യൂ ആയിട്ട് എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കാം. 4.75 മില്ലി ആംപിയറിനടുത്തുള്ള ലീക്കേജ് കാര്യങ്ങൾ മാത്രമാണ് ഈ സർക്യൂട്ടിലുള്ള. അപ്പോൾ എന്തായാലും ഇവിടെ നമ്മളെ വീഡിയോസൊക്കെ മ്യൂട്ടായി കളഞ്ഞത് ഇയാളാണ്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇവിടെ മറ്റ് പ്രശ്നങ്ങളൊന്നും നമ്മളിപ്പം നോക്കിയിട്ട് എൻ്റെ അത് കാണുന്നില്ല. ഇനി പീക്ക് ടൈമിൽ ആ സ്റ്റെബിലൈസറുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളാകാനാണ് സാധ്യതയുള്ളത്. അപ്പോൾ അത് അവരുടെ ഭാഗത്ത് ഫുള്ളായിട്ട് ചെക്ക് ചെയ്യുന്നതായിരിക്കും.